നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിമെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണല്ലേ. നമ്മൾ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ സിമെൻറ്റിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നത്. സിമെൻറ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. അറിയില്ല, ഓർമ്മയില്ലേ ഡെഫിനിഷനൊക്കെ? എന്താ? കാൽക്കാരിയസ് മെറ്റീരിയലും ആർജിലിയസ് മെറ്റീരിയലും കൂടെ ജിപ്സം കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ബേൺ ചെയ്യും. അതിനുശേഷം എന്താണ്? ഫൈനായിട്ടുള്ള പൗഡേഴ്സായിട്ട് മാറ്റും. പൾവറൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഫൈനായിട്ടുള്ള പൗഡേഴ്സിൻ്റെ ഫോമിലേക്ക് ആക്കും. അങ്ങനെ കിട്ടുന്ന ആ പൗഡർ ഫോമിനെയാണ് സിമെൻറ്റ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അതുപോലെ ഇൻഗ്രീഡിയൻസ് പഠിച്ചു. ലൈമ്, സിലിക്ക, അലുമിന, അയൺ ഓക്സൈഡ്, കാൽസ്യം സൾഫേറ്റ്, പിന്നെന്താ? സൾഫർ ട്രയോക്സൈഡ്, ആൽക്കലി ആൻഡ് മഗ്നീഷ്യ. ക്ലിയർ അല്ലേ ഇൻഗ്രീഡിയൻസ്? അതുപോലെ തന്നെ ഗ്രേഡുകൾ ഏതൊക്കെയാ? 33 ഗ്രേഡ്, 43, 53. 3 ഗ്രേഡ്സ് ആണുള്ളത്. ഈ 3 ഗ്രേഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്താണ്? സിമെൻറ്റ് മോട്ടാറിൻ്റെ 28 ദിവസത്തെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. ഓക്കെ അല്ലേ? നോട്ട്സിലുണ്ടായിരുന്നില്ലേ? ഇല്ലേ? ഏയ് 2 നോട്ടുണ്ടോ? അപ്പോൾ ഒരു നോട്ടല്ല അയച്ചിട്ടുള്ളൂ. ആ 2 പ്രാവശ്യം അയച്ചത് സെയിം നോട്ട് തന്നെയാണ്. ഞാനതിൽ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയോണ്ടാണ് അത് വീണ്ടും ആ നോട്ട്സ് തന്നെ അയച്ചിട്ട് ഏത് ദിവസത്തെയാണ് ഏത് ടോപ്പിക്കാണെന്നും കൂടി ആഡ് ചെയ്തിട്ട് അയച്ചത്. രണ്ടും സെയിം തന്നെയാണ്. ഞാൻ ആ ഡേറ്റ് ടോപ്പിക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നോക്കുമ്പോൾ എളുപ്പമായിരിക്കും. ഏത് ഡേറ്റിൽ ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത് ടൈപ്പ് ചെയ്യാൻ മറന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും അയച്ചത്. ചെക്ക് ചെയ്യണോ ഒന്ന്? അപ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് പറയൂ. ഇല്ല എന്നാണെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഗ്രേഡ് പറയുമ്പോൾ ഇത് മാത്രമല്ലേ? എന്താ? ഗ്രേഡ് മാത്രമാണെങ്കിൽ ഈ ഒരു പേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു പേജ് മാത്രം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗ്രേഡ് പറഞ്ഞു. പിന്നെന്താണ്? ഫീൽഡ് ടെസ്റ്റുകൾ പറഞ്ഞു അല്ലേ? ഫീൽഡ് ടെസ്റ്റാണ് ഇന്നലെ എടുത്തു തുടങ്ങിയത്. ഏതാ? കളറ് ഗ്രീനിഷ് ഗ്രേ ആയിരിക്കും. പിന്നെ പ്രസൻസ് ഓഫ് ലംബ് എങ്ങനെ തിരിച്ചറിയാം? തമ്പും 4 ഫിംഗറും കൂടി എന്ത് ചെയ്യണം? ഒരു പിഞ്ച് സിമെൻ്റ് എടുത്ത് റബ്ബ് ചെയ്ത് നോക്കണം. അടുത്തത് എന്താണ്? റബ്ബിങ് തന്നെയാണ്. നമ്മൾ കയ്യിലിട്ട് വിരൽ കൊണ്ട് റബ്ബ് ചെയ്ത് നോക്കുക. സ്മൂത്തായിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്നുണ്ടെങ്കിൽ സിമെൻറ്റ് ഓക്കെ ആയിരിക്കും. പിന്നെന്താണ്? കയ്യിൽ കുറച്ച് സിമെൻറ്റ് എടുത്തതിന് ശേഷം ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് നമ്മൾ ആ സിമെൻറ്റിനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ഫ്ലോട്ട് ചെയ്ത് കിടക്കും അല്ലേ? അടുത്ത എന്താണ്? 5-മത്തെ എന്താണ്? ഒരു സിമെൻറ്റ് ബാഗിലേക്ക് കൈ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? കൈ കോൾഡായിട്ട് ഫീൽ ചെയ്യും. അതെന്താണ്? വെറൈറ്റീസ് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാ? ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് OPC, പോർട്ട്ലാൻഡ് പൊസലാന സിമെൻറ്റ് എന്ന് പറയുന്നത് PPC ആണ്. പിന്നെന്താണ്? വൈറ്റ് സിമെൻറ്റ്, പിന്നെ കളേർഡ് സിമെൻറ്റ്. ക്ലിയർ അല്ലേ? അതുപോലെ അപ്പോൾ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. പിന്നെ ഉണ്ടാക്കുന്നത് എന്താണ്? ക്ലിങ്കറും ജിപ്സും കൂടി ആഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്, അതായത് OPC
ഉണ്ടാക്കുന്നത്. അതുപോലെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി, അതുപോലെ ഗ്രേഡുകളും നോക്കി അതിൻ്റെ 33, 43 ആൻഡ് 53. അടുത്തെന്താണ്? പോർട്ട്ലാൻഡ് പൊസലാന സിമെൻറ്റ് PPC. എങ്ങനെ ഉണ്ടാക്കുന്നത്? പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ കൂടെ പൊസലാനിക് മെറ്റീരിയലും കൂടി മിക്സ് ചെയ്യാണ്. ഏതൊക്കെ പൊസലാനിക് മെറ്റീരിയൽ ഉദ്ദേശിക്കുന്നത്? വോൾക്കാനിക് ആഷ്, ഫ്ലൈ ആഷ്, സിലിക്ക. അടുത്തെന്താണ്? അതിൻ്റെ ഡ്യൂറബിലിറ്റിയും വർക്കബിലിറ്റിയും കൂടുന്നുണ്ട്. പിന്നെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? തിക്ക് വാൾസിൽ, ഡാമിൽ, ബ്രിഡ്ജസിലൊക്കെ. പിന്നെ എന്താണ്? കെമിക്കൽ അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് വൈറ്റ് സിമെൻ്റ് ആണ്. എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതെന്നും അതുപോലെ ഏത് മെറ്റീരിയലാണുള്ളതെന്നും പഠിച്ചു അല്ല. ഏത് മെറ്റീരിയലാണ് കുറവ്? ഏത് മെറ്റീരിയലാണ് കുറവ്? ഏടയാ? അയേൺ ആൻഡ് മഗ്നീഷ്യം ഓക്സൈഡ് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഡെക്കറേറ്റീവ് പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ. അടുത്തത് കളേർഡ് സിമെൻറ്റ്. കളേർഡ് സിമെൻറ്റിൽ 5 to 10% പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരിക്കും, പിഗ്മെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ എവിടേക്ക് യൂസ് ചെയ്യണമെന്നുള്ളത് പഠിച്ചു. അടുത്താണ് എന്ത്? സ്പെഷ്യൽ വെറൈറ്റീസ് ഓഫ് സിമെൻറ്റ്. ഇന്നത്തെ ടോപ്പിക്കാണ് എന്ത്? സ്പെഷ്യൽ വെറൈറ്റീസ് ഓഫ് സിമെൻറ്റ്. എന്താണ്? ഓർഡിനറി എന്താ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഒന്ന് ഇതാക്കി നോക്കൂ, സ്ക്രീൻ സ്വൈപ്പ് ചെയ്ത് നോക്കൂ. സൈഡിലേക്കോ മുകളിലേക്കോ സ്ക്രോൾ ചെയ്ത് നോക്കൂ. സ്ക്രീൻ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ പോയോ? നോക്കുക. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് നമ്മൾ പഠിച്ചതാണല്ലേ. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. രണ്ടാമത്തെ എന്താണ്? ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ്. എന്താണ്? ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ്. മൂന്നാമത്തെ എന്താണ്? സ്ലോ സെറ്റിംഗ് സിമെൻറ്റ്. നാലാമത്തെ ഫയർ റെസിസ്റ്റിംഗ് സിമെൻറ്റ്. എന്താണ്? ഫയർ റെസിസ്റ്റിംഗ് സിമെൻറ്റ്. അഞ്ചാമത്തെ എന്താണ്? വൈറ്റ് സിമെൻറ്റ് ഓർ കളേർഡ് സിമെൻറ്റ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. വൈറ്റ് സിമെൻറ്റ്, അതുപോലെ തന്നെ കളേർഡ് സിമെൻറ്റ്. പിന്നെന്താണ്? റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്. എന്തായിരിക്കും ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് സിമെൻറ്റ് സെറ്റ് ആവുക. അതായത് നമ്മൾ കോൺക്രീറ്റിങ്ങിലാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ആയിട്ടായിരിക്കും സെറ്റിംഗ് ആവുക? സാൻഡും അതുപോലെ തന്നെ ഏത് മെറ്റീരിയലായിരിക്കും? അഗ്രിഗേറ്റ് അല്ലേ. നമ്മൾ നോർമലി മെറ്റൽ എന്നാണ് യൂസ് ചെയ്യുക അല്ലേ. മെറ്റൽ എന്നല്ല നമ്മൾ പറയേണ്ടത്, അഗ്രിഗേറ്റ് എന്നാണ് കേട്ടോ പറയേണ്ടത്. എന്താ? അഗ്രിഗേറ്റ്. എന്താ? അഗ്രിഗേറ്റ്. ക്ലിയർ ആണോ? അപ്പോൾ ക്യുക്ക് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആ സിമെൻറ്റ് ബാക്കിയുള്ള മെറ്റീരിയൽസ് ആയിട്ട്, അതായത് സാൻഡ്, അഗ്രിഗേറ്റ്സ് ഒക്കെ ആയിട്ട് പെട്ടെന്ന് സെറ്റിംഗ് ആവുന്നതാണ്. സ്ലോ സെറ്റിങ്ങിൽ എന്താ വരുന്നത്? സെറ്റിംഗ് ടൈം കൂടുതലല്ലേ, പതുക്കെ മാത്രമേ സെറ്റിംഗ് ആവുന്നുള്ളൂ. പിന്നെ എന്താണ്? ഫയർ റെസിസ്റ്റിംഗ്. ഫയർ റെസിസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? ഫയറിനെ റെസിസ്റ്റ് ചെയ്യുക, ഫയറിനെ പ്രതിരോധിക്കുന്ന സിമെൻറ്റ് അല്ലേ. റെസിസ്റ്റ് ചെയ്യുക, പ്രതിരോധിക്കുക. അടുത്തത് വൈറ്റ് സിമെൻറ്റും കളേർഡ് സിമെൻറ്റ്. അത് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. കളേർഡ് സിമെൻറ്റ് ഇതാണ്, വൈറ്റ് സിമെൻറ്റ് ഇതാണ്. ഓക്കെ അല്ലേ. പിന്നെന്താണ്? റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്. എന്താ റാപ്പിഡ് ഹാർഡനിങ്? റാപ്പിഡിൻ്റെ മീനിങ് എന്താ? പെട്ടെന്ന് തന്നെ അല്ലേ. സഡൻലി പെട്ടെന്ന് തന്നെ ഹാർഡനിങ് ആവാം. എന്താണ്? പെട്ടെന്ന് ഹാർഡാവുന്ന സിമെൻറ്റ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി പെട്ടെന്ന് തന്നെ. ഇപ്പോൾ കോൺക്രീറ്റിംഗ് ആണെങ്കിലും മോട്ടാറാണെങ്കിലും എന്താണ്? നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താണ്? പെട്ടെന്ന് ഹാർഡൻ ആവുന്ന സിമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയാം? റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് എന്ന് പറയാം. ക്ലിയർ അല്ലേ?
അത് സെറ്റിംഗ് ഔട്ട് ആവുന്നതാണ്, ഇത് ഹാർഡൻ ആവുന്നതാണ്. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. ഒന്ന് സെറ്റിംഗ് ആവുന്നതാണ്, മറ്റേതെന്താണ് കോൺക്രീറ്റ് തന്നെ ഹാർഡ് ആവില്ലേ, അതായത് മാക്സിമം സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്ന ഹാർഡ്നെസ് അതിൻ്റെ. ഓക്കെ, എന്താണ് ആദ്യത്തെ? ക്യൂക്ക് സെറ്റിംഗ് സിമെൻറ്റ്. എന്താ വരുന്നത്? ക്യൂക്ക് സെറ്റിംഗ് സിമെൻറ്റ്. നോട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് പറഞ്ഞതാണ് മുന്നേ. ഇപ്പോൾ രണ്ടാമത്തെ വരുന്നത് ഇതാണ്, ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ്. എന്താ? ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി ഫാസ്റ്റ് സെറ്റിംഗ് സിമെൻറ്റ് ഓർ റാപ്പിഡ് സെറ്റിംഗ് സിമെൻറ്റ്. എന്താ പൊതുവെ പറയുന്ന പേരെന്താ? ഫാസ്റ്റ് സെറ്റിംഗ് സിമെൻറ്റ് ഓർ റാപ്പിഡ് സെറ്റിംഗ്. എന്താ റാപ്പിഡ് സെറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റാവുന്ന സിമെൻറ്റ്. ഇവിടെ എന്താണ്? റാപ്പിഡ് ഹാർഡനിങ് ആണ് കേട്ടോ, തെറ്റരുത്. ഇവിടെ റാപ്പിഡ് സെറ്റിംഗ് ആണ്, തെറ്റരുത് കേട്ടോ. ഇവിടെ വരുന്നത് റാപ്പിഡ് ഹാർഡനിങ് ആണ്. ഇവിടെ വരുന്നത് എന്താണ്? റാപ്പിഡ് സെറ്റിംഗ് ആണ്. സെറ്റിംഗ് പെട്ടെന്ന് സംഭവിക്കുന്നത്. ഓക്കെ, എന്താണ് ഫാസ്റ്റ് സെറ്റിംഗ് സിമെൻറ്റ് ഓർ റാപ്പിഡ് സെറ്റിംഗ് സിമെൻറ്റ് എന്നും കൂടിയും പറയാറുണ്ട്. ക്ലിയർ അല്ലേ? ജസ്റ്റ് ആസ് ദി നെയിം ഇൻഡിക്കേറ്റ്സ്, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സ്പെഷ്യൽ പോർട്ട്ലാൻഡ് സിമെൻറ്റ് ദാറ്റ് അപ്ലൈസ് ഇൻ വേരിയസ് ഫാസ്റ്റ് സെറ്റിംഗ് റിക്വയർഡ് കോൺക്രീറ്റ് പ്രൊജക്റ്റ്. നമ്മൾ എന്തിനു യൂസ് ചെയ്യാത്? എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുക? നമുക്ക് പെട്ടെന്ന് സെറ്റിംഗ് ആവേണ്ട സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഇത്തരത്തിലുള്ള സിമെൻറ്റ് യൂസ് ചെയ്യുക. എന്താണ്? വേരിയസ് ഫാസ്റ്റ് സെറ്റിംഗ് റിക്വയർഡ് കോൺക്രീറ്റ് പ്രൊജക്റ്റ്. നമുക്ക് പെട്ടെന്നൊക്കെ സെറ്റിംഗ് ആവണം എന്നുള്ള പ്രൊജക്റ്റിനൊക്കെയാണ് നമ്മൾ ഏത് സിമെൻറ്റ് യൂസ് ചെയ്യുക? ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ്. നമുക്ക് സമയമൊക്കെ ഇല്ലാതാവുക, അതായത് സമയം കുറച്ചുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, എന്താണ്? സ്പെഷ്യൽ പോർട്ട്ലാൻഡ് സിമെൻറ്റ് തന്നെയാണ് കേട്ടോ, സ്പെഷ്യൽ ടൈപ്പ്. ഓക്കെ, ക്ലിയർ ആണോ? ഫാസ്റ്റ് സെറ്റിംഗ് സിമെൻറ്റ് ഓർ റാപ്പിഡ് സെറ്റിംഗ് സിമെൻറ്റ് എന്ന് പേര് പറയും. എവിടെയാണ് യൂസ് ചെയ്യുക? അതായത് ഇതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ക്യുക്ക് സെറ്റിംഗ്, പെട്ടെന്ന് സെറ്റ് ആവേണ്ട ആവശ്യകതയുള്ള കോൺക്രീറ്റ് പ്രൊജക്റ്റിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ് യൂസ് ചെയ്യും. എന്താണ് ഫാസ്റ്റ് സെറ്റിംഗ് ടൈം? എന്താണ് ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത? എന്താണ്? ഫാസ്റ്റ് സെറ്റിംഗ് ടൈം, പെട്ടെന്ന് തന്നെ സെറ്റിംഗ് ആവാം. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ കേട്ടോ. ഫാസ്റ്റ് സെറ്റിംഗ് ടൈം, പെട്ടെന്ന് തന്നെ സെറ്റിംഗ് ആവുന്നു. ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ് സെറ്റ് ക്യുക്കിലി, പെട്ടെന്ന് തന്നെ സെറ്റിംഗ് ആവുന്നുണ്ട്. ഓഫ്റ്റൻ വിത്തിൻ 5 to 10 minutes ഫോർ ദി ഇനീഷ്യൽ സെറ്റ് ആൻഡ് 30 minutes ഫോർ ദി ഫൈനൽ സെറ്റിംഗ് ടൈം. ഇനീഷ്യൽ അത് സെറ്റ് ആവുന്ന ടൈം എപ്പോഴാണ്? 10 മിനിറ്റ് തൊട്ട് 5 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് വരെ ഒരു ഇനീഷ്യൽ ടൈമിൽ അതിന് സെറ്റിംഗ് ആവണം. സിമെൻറ്റിന് 2 ടൈപ്പ് സെറ്റിംഗ് ഉണ്ട്, ഒന്ന് ഇനീഷ്യൽ സെറ്റിങ്ങും 2 ഫൈനൽ സെറ്റിംഗ് ടൈമും. അല്ലേ, നമ്മൾ ഫൈനൽ സെറ്റിംഗ് ടൈം എപ്പോഴാണ് കോൺക്രീറ്റിൻ്റെ ഒക്കെ പറയാ? എത്ര ദിവസത്തേക്കാണ് പറയാ? 28 days ഒക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇതിൻ്റെ സിമെൻറ്റിൻ്റെ സെറ്റിംഗ് എപ്പോഴാണ് വരുന്നത്? സെറ്റിംഗ് ടൈം ഇനീഷ്യൽ ആണെങ്കിൽ 5 to 10 minutes ആണ്. ഫൈനൽ സെറ്റിംഗ് ടൈം ആണെങ്കിൽ 30 മിനിറ്റിനുള്ളിലൊക്കെ സെറ്റിംഗ് ആവും, ഫൈനൽ സെറ്റിംഗ്. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്? ഫാസ്റ്റ് സെറ്റിംഗ് ടൈമിനെ കുറിച്ച് പറയുന്നത്. പിന്നെന്താ? അതിൻ്റെ ഡ്യൂറബിലിറ്റി. പിന്നെ വരുന്ന പോയിന്റ് എന്താ? ഡ്യൂറബിലിറ്റി. ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ് ഈസ് ഡ്യൂറബിൾ ആൻഡ് ക്യാൻ മാക്സിമൈസ് ലൈഫ് സ്പാൻ. എന്താണ് ലൈഫ് സ്പാൻ? മാക്സിമം ലൈഫ് സ്പാൻ ഉണ്ടാവുന്നുണ്ട്, അതായത് ജീവിതത്തിൻ്റെ ദൈർഘ്യം കൂടുക. മനസ്സിലായോ? അതായത് ഡ്യൂറബിൾ ആയിരിക്കുക, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കുക. ഓക്കെ, ഡ്യൂറബിലിറ്റി എന്താണ്? കൂടുതലാണ്. മാക്സിമം ലൈഫ് സ്പാൻ ഉണ്ട്, ജീവിതത്തിൻ്റെ ദൈർഘ്യം കേട്ടോ, ദൂരം കൂടുതലാണ്. അതാണ് ഡ്യൂറബിലിറ്റി പറയുന്നത്. മാക്സിമം ഡ്യൂറബിലിറ്റി ഉണ്ട്. പിന്നെന്താണ്? സേവ്സ് ടൈം. നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതാണ് എന്ത്? നമുക്ക് സമയമൊക്കെ കുറവുള്ള സമയത്ത് എന്ത് ചെയ്യാം? ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ് യൂസ് ചെയ്യാം. സേവ്സ് ടൈം. എന്താണ്? ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ് ക്യാൻ സേവ് ടൈം ഓൺ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് ബൈ അച്ചീവിങ്
സ്ട്രക്ചറൽ സ്ട്രെങ്ത് ക്വിക്കലി. എന്താണ് സ്ട്രക്ചറിന് സ്ട്രെങ്ത്ത് പെട്ടെന്ന് അറ്റൈൻ ചെയ്ത് നമുക്ക് ചിലപ്പോൾ അടുത്ത വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്തിൻ്റെ കുറവൊക്കെ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള പ്രൊജക്റ്റിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ക്വിക്ക് സെറ്റിംഗ് സിമെൻ്റാണ് യൂസ് ചെയ്യുക. എന്താണ് സേവ് ടൈം ഓൺ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ്. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? റിക്വയർഡ് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്. എന്താ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ്? ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ് മസ്റ്റ് ബി ട്രീറ്റഡ് അണ്ടർ സ്പെഷ്യൽ കണ്ടീഷൻസ് ബിക്കോസ് ദി ഹാർഡനിങ് പ്രോസസ് ബിഗിൻ ആസ് സൂൺ ആസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ്. നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം എന്ത് പറ്റും? പെട്ടെന്ന് സെറ്റിംഗ് ആവാൻ തുടങ്ങും അല്ലേ? അപ്പോൾ നമുക്ക് അധിക നേരം എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സിമെൻറ്റ് അങ്ങനെ വെച്ചിരിക്കാനായിട്ട് പറ്റില്ല. മനസ്സിലായോ? അതാണ് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? കുറേ നേരം മുമ്പേ ഈ സിമെൻറ്റ് മിക്സ് ഒന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ എന്താ പ്രശ്നം? ഇത് പെട്ടെന്ന് സെറ്റിംഗ് ആയി പോവും അല്ലേ, ഉറച്ചു പോവും അല്ലേ? മനസ്സിലാവുന്നില്ലേ? അതായത് ക്വിക്ക് സെറ്റിംഗ് സിമെൻ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും? പെട്ടെന്ന് ഉറച്ചു പോവും. അപ്പോൾ നമ്മൾക്ക് വർക്ക് തുടങ്ങുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പ് മാത്രമേ ഇത് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ, പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് കൂടുതൽ നേരം മുമ്പ് നമ്മളത് ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് പറ്റും? പെട്ടെന്ന് സെറ്റിംഗ് ആയി പോവും. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റാതെ വരും. അതാണ് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കാമെന്ന് പറയുന്നത്. അതായത് സ്പെഷ്യലായിട്ടുള്ള കെയർ നമ്മൾ കൊടുക്കണം. സാധാരണ സിമെൻ്റൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട് പറ്റില്ല. എന്താണ്, നമ്മൾ വർക്ക് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? കോൺക്രീറ്റിംഗ് ആണെങ്കിലും മോട്ടാർ പ്രിപ്പറേഷൻ ആണെങ്കിലും എന്താണെങ്കിലും എന്ത് പറ്റും? സിമെൻറ്റ് പെട്ടെന്ന് സെറ്റിംഗ് ആയിപ്പോവും. ക്ലിയർ ആണോ? അതാണ് എന്തിൽ വരുന്നത്? ക്വിക്ക് സെറ്റിങ്ങിൽ വരുന്നത്. ക്ലിയർ അല്ലേ? അതിൻ്റെ ഫാസ്റ്റിംഗ് ടൈം, അതായത് സ്പെഷ്യലായിട്ടുള്ള കെയർ കൊടുക്കുക. നമ്മൾ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യണം ഇതിനെ. നമുക്ക് നോർമലായിട്ടുള്ള സിമെൻ്റൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വർക്ക് തുടങ്ങുന്നതിന് കൂടുതൽ സമയം മുമ്പ് നമുക്കിത് ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റില്ല. മിക്സ് ആയിരിക്കാം, എന്തായിരിക്കും, കോൺക്രീറ്റ് ആയാലും മോട്ടാറാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ മിക്സ് ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റില്ല അല്ല. മറ്റേത് നോർമൽ കോൺക്രീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ടൈം നീണ്ടു നിൽക്കുകയാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് സെറ്റ്, അതായത് നോക്കി 5 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് വരെയാണ് പറയുന്നത്. ആ 10 മിനിറ്റിൽ ഇനീഷ്യൽ ടൈമാണ് അതിൻ്റെ. ആ ടൈം തൊട്ട് 30 മിനിറ്റ് വരെയിൽ അത് മാക്സിമം സെറ്റിംഗ് ആവും. അതിൻ്റെ മാക്സിമം സെറ്റിംഗ് ആവാനുള്ള ടൈം അതെ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം വർക്ക് ഡിലേ ആവരുത്. അപ്പോൾ അതിന് ചെയ്യാനുള്ളത് എന്താണ്? നമ്മൾ വർക്ക് തുടങ്ങുന്നതിന് കുറച്ച് നേരം മുമ്പ് മാത്രമേ ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതായത് ഈ സിമെൻറ്റ് യൂസ് ചെയ്തുള്ള മിക്സ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഒരു സംശയം ചോദിക്കട്ടെ. നമ്മൾ റെഡി മിക്സ് കോൺക്രീറ്റ് വരുന്നുണ്ടല്ലോ, അതിപ്പോ അവിടുന്ന് കമ്പനിയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സൈറ്റിലേക്ക് എത്തുക. അപ്പൊ അത് 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞല്ലേ എത്തുന്നത്? അത് ക്വിക്ക് സെറ്റിംഗ് അല്ലേ? ക്വിക്ക് സെറ്റിങ്ങിന്റെയാണ് ഞാൻ ടൈം പറഞ്ഞത്. നോർമൽ സിമെന്റിന്റെ ഒക്കെയാണ് നമ്മൾ 10 മണിക്കൂറൊക്കെയാണ്. അതിൽ ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പോരാത്തതിന് ക്വിക്ക് സെറ്റിംഗ് ആയിരിക്കില്ല സിമെന്റ്. ഓക്കെ, ക്വിക്ക് സെറ്റിംഗ് ഒന്നും അങ്ങനെ നമുക്ക് റെഡി മിക്സ് അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. അതിന്റെ പെട്ടെന്ന് സെറ്റിംഗ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ എത്ര മിക്സ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് മിക്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അതിനൊരു സെറ്റിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ നോർമൽ സിമെൻ്റൊക്കെ 10 മണിക്കൂറാണ് ഫൈനൽ സെറ്റിംഗ് ടൈം പറയുന്നത്. ഓക്കെ, ആ സമയം കൊണ്ടൊക്കെ നമുക്ക് സൈറ്റിൽ എത്തിക്കാവുന്നതുള്ളൂ. അടുത്ത എന്താണ് വരുന്നത്? സ്ലോ സെറ്റിങ്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? സ്ലോ സെറ്റിങ് അല്ലേ? എന്താണ് വരുന്നത്? സ്ലോ സെറ്റിംഗ് സിമെൻറ്റ് നോട്ട് ചെയ്യാം കേട്ടോ. സിമെൻറ്റ് ദാറ്റ് ഹാസ് എ ഹൈ പെർസെൻറ്റേജ് ഓഫ് ജിപ്സം വിച്ച് സ്ലോസ് ഡൗൺ ദി ടൈം ഇറ്റ് ടേക്സ് ഫോർ ദി സിമെൻറ്റ് ടു സെറ്റ്. സിമെൻറ്റിൻ്റെ ഞാൻ പറഞ്ഞു, സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈമിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്?
ആരാണ് സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈമിനെ കൺട്രോൾ ചെയ്യുന്നത്? ജിപ്സം. അപ്പോൾ ജിപ്സത്തിൻ്റെ ഹൈ പെർസെൻറ്റേജ് എന്ത് സംഭവിക്കും? സ്ലോ ഡൗൺ. എന്ത് പറ്റും? എക്കോ ഉണ്ടോ? എക്കോ ഉണ്ടാവുന്നുണ്ടോ? എന്താണ് സ്ലോ സെറ്റിംഗ് സിമെൻറ്റിൽ ജിപ്സമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈമിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ജിപ്സമാണ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ജിപ്സത്തിൻ്റെ ഹൈ പെർസെൻറ്റേജ് എന്ത് സംഭവിക്കും? സെറ്റിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ ഈ സ്ലോ സെറ്റിംഗ് സിമെൻറ്റിൽ എന്താണ് നടക്കുന്നത്? ജിപ്സത്തിൻ്റെ ഹൈ പെർസെൻറ്റേജ് ആയിട്ടുള്ള, അതായത് എത്രയാണ് സെറ്റിംഗ് ടൈം വേണ്ടതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അതിൻ്റെ പെർസെൻറ്റേജ് എന്ത് ചെയ്ത് കൊടുക്കും? കൂട്ടി കൊടുക്കും. അപ്പോൾ ഹൈ പെർസെൻറ്റേജ് ഓഫ് ജിപ്സം എന്ത് പറ്റും? സിമെൻറ്റിനെ സെറ്റിംഗ് ടൈമിനെ സ്ലോ ഡൗൺ ചെയ്യും. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്, സ്ലോ സെറ്റിങ്ങിൽ സംഭവിക്കുന്നത്. നോക്കാം, സ്ലോ സെറ്റിംഗ് സിമെൻറ്റ് ക്യാൻ ഇൻക്രീസ് വർക്കബിലിറ്റി. എന്താണ്? വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? അത് പതുക്കെയാണ് അത് സെറ്റിംഗ് ആവുന്നത് അല്ലേ? എന്താണ് സംഭവിക്കുന്നത്? സ്ലോ സെറ്റിംഗ് സിമെൻറ്റ് പതുക്കെ അല്ലേ, ഓരോ സ്റ്റെപ്പ് ബൈസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സിമെൻറ്റ് സെറ്റിംഗ് ആവുന്നത്. അതുകൊണ്ട് തന്നെ അതിനെന്താണ്? വർക്കബിലിറ്റി അതിനെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അടുത്ത എന്താ പോയിന്റ് വരുന്നത്? ഇറ്റ് ക്യാൻ പ്രിവെൻറ്റ് കോൺക്രീറ്റ് ബ്ലീഡിങ്. എന്താ കോൺക്രീറ്റ് ബ്ലീഡിങ്? കോൺക്രീറ്റിൻ്റെ ബ്ലീഡിങ് എന്താ? വാട്ടർ കണ്ടന്റ് എന്ത് പറ്റും? അതിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക അല്ലേ? കോൺക്രീറ്റിങ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് വാട്ടർ കണ്ടന്റ് റിലീസ് ആയിക്കൊണ്ടിരിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോൺക്രീറ്റിൻ്റെ ബ്ലീഡിങ്. അതായത് കോൺക്രീറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിലപ്പോൾ ഫോം വർക്ക് ചെയ്തതിന് ശേഷം, അതായത് തട്ടൊക്കെ അടിച്ചതിന് ശേഷം അതിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് നമ്മൾ ടാമ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക? വൈബ്രേറ്റിംഗ് മെഷീൻസ് യൂസ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ? ഇപ്പോൾ എല്ലായിടത്തും വൈബ്രേറ്റിംഗ് മെഷീൻസാണ് അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തതിന് ശേഷം എന്ത് പറ്റും? കോൺക്രീറ്റിന് സെറ്റിംഗ് ഇങ്ങനെ നടക്കുന്നതിനനുസരിച്ച് എന്ത് പറ്റും? ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കും അല്ലേ? അതിൽ നിന്ന് വാട്ടർ റിലീസ് ആയിക്കൊണ്ടിരിക്കും കോൺക്രീറ്റിന്. അതിനാണ് നമ്മൾ കോൺക്രീറ്റിൻ്റെ ബ്ലീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഈ സ്ലോ സെറ്റിംഗ് ആവുന്നത് കൊണ്ട് തന്നെ ഈ ബ്ലീഡിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ? പതുക്കെയാണ് എന്ത്? കോൺക്രീറ്റ് സെറ്റാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബ്ലീഡിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എന്താ പ്രിവെൻറ്റ് ചെയ്യുക? തടഞ്ഞു നിർത്താം അല്ലേ? അത് നമുക്ക് സാധിക്കുന്നത്. അതൊരു അഡ്വാൻറ്റേജ് പോലെയാണ് നമുക്ക് കേട്ടോ, സ്ലോ സെറ്റിംഗ് സിമെൻ്റ് ആണെങ്കിൽ. പിന്നെ എന്താണ്? ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദി എമൗണ്ട് ഓഫ് കോൺക്രീറ്റ് ദാറ്റ് ഈസ് വേസ്റ്റഡ്. എന്താണ്? കോൺക്രീറ്റ് കുറേ ഉപയോഗിക്കുന്നത് നമുക്ക് എന്താണ്? തടയാൻ പറ്റും. കോൺക്രീറ്റിൻ്റെ വേസ്റ്റേജ് കാര്യങ്ങൾ ഉണ്ടാവില്ല അല്ലേ? പതുക്കെയാണ് സെറ്റിംഗ് ആവുന്നത്. അപ്പോൾ ആ കോൺക്രീറ്റ് നമ്മൾ യൂസ് ചെയ്ത കോൺക്രീറ്റ് മൊത്തം സെറ്റിംഗ് ആവാനായിട്ട് കുറേ സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റും? കോൺക്രീറ്റിൻ്റെ വേസ്റ്റേജ് ഉണ്ടാവുന്നില്ല. ഓക്കെ, ജിപ്സത്തിന്റെ അളവ് കുറവായിരിക്കില്ല സ്ലോ സെറ്റിംഗിൽ? ഇല്ലില്ല, ജിപ്സത്തിൻ്റെ അളവ് കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ഹൈ പെർസെൻറ്റേജ് ഓഫ് ജിപ്സം ആണ് കൺട്രോൾ ചെയ്യുന്നത്. ജിപ്സത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും? സെറ്റിംഗ് ടൈം കുറയും. സെറ്റിംഗ് ടൈം കുറയാന്ന് വെച്ചാൽ എന്താ? സെറ്റിംഗ് ടൈം കുറയുന്നു. അതായത് സെറ്റിംഗ് ആവാനുള്ള ടൈം കൂടുതൽ വരുന്നു. മനസ്സിലായോ? സെറ്റിംഗ് ആവാനായിട്ടുള്ള ടൈം, സ്ലോ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ സെറ്റിംഗ് ആവുന്നത് പതുക്കെയാണ് ആവുന്നത്. ഒരു സ്ലോ പ്രോസസ്സായിട്ടാണ് സെറ്റിംഗ് നടക്കുന്നത്. സ്ലോ പ്രോസസ്സ് ആകുമ്പോൾ എന്താണ്? കൂടുതൽ സമയം എടുക്കുന്നു. ഓക്കെ, അതാണ് പെർസെൻറ്റേജ് കൂടുമ്പോൾ സമയവും കൂടുതൽ വേണ്ടി വരും. അങ്ങനെ നോക്കിയാൽ മതി. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റും. പെർസെൻറ്റേജ് കൂടുമ്പോൾ, അതായത് ജിപ്സം കൂടുമ്പോൾ ടൈമും കൂടും സെറ്റിംഗ് ആവാനുള്ളത്.
അങ്ങനെ പഠിച്ചോ, കുഴപ്പമില്ലല്ലോ. ജിപ്സം കൂടുമ്പോൾ ടൈമും കൂടും. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം പഠിക്കാൻ. ഇനി ഇതിലെന്താണ് അടുത്താണ് ഫയർ റെസിസ്റ്റിംഗ്. ഇതൊക്കെ അല്ലേ, സ്ലോ സെറ്റിങ്, വർക്കബിലിറ്റി കൂടുന്നുണ്ട്, അതുപോലെ കോൺക്രീറ്റിൻ്റെ ബ്ലീഡിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, കൂടുതൽ കോൺക്രീറ്റ് വേസ്റ്റ് ആവുന്നില്ല. അടുത്തെന്താണ് ഫയർ റെസിസ്റ്റിംഗ് സിമെൻറ്റ്. എന്താ ഫയർ റെസിസ്റ്റിംഗ് സിമെൻറ്റ്? ഹൈ അലുമിന സിമെൻറ്റ് യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് റിഫ്രാക്ടറി ലൈനിങ് റീച്ചസ് ടെമ്പറേച്ചേഴ്സ് ഓഫ് 1600 degree Celsius has the best possible performance in a fire and provides excellent performance above 1000 degree Celsius. എന്താണ് ഹൈ അലുമിന കണ്ടൻറ്റ്? സിമെൻറ്റിലെ ഹൈ അലുമിന കണ്ടൻ്റാണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഫയറിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. എന്താണ് ഹൈ അലുമിനയുടെ കണ്ടൻറ്റ് കൂടുമ്പോഴാണ് അതെന്ത് ചെയ്യുന്നത്? ഫയറിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ഏറ്റവും ടോപ്പ് ടെമ്പറേച്ചർ ഏതായിരിക്കും? 1600 ഡിഗ്രി സെൽഷ്യസ്. 1600 ഡിഗ്രി ബെസ്റ്റ് പോസിബിൾ കേട്ടോ, ഏറ്റവും ബെസ്റ്റ്. 1600 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ഫയറിനെ റെസിസ്റ്റ് ചെയ്യും. അത്രയും ടെമ്പറേച്ചറൊക്കെ റെസിസ്റ്റ് ചെയ്യും. പിന്നെന്താണ് എക്സലൻറ്റ് പെർഫോമൻസ് എബവ് 1000 ഡിഗ്രി സെൽഷ്യസ്. ഒരു 1000 ഡിഗ്രി സെൽഷ്യസിലൊക്കെ അത്യാവശ്യം എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഫയർ റെസിസ്റ്റിംഗ് സിമെൻറ്റ് കാഴ്ചവെക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ എന്താണ് ഫയർ റെസിസ്റ്റിംഗ് സിമെൻറ്റിൽ എന്താ വരുന്നത്? അലുമിനയുടെ കണ്ടൻറ്റ് കൂടുതൽ വരുന്നു. എത്ര ടെമ്പറേച്ചർ വരെ മാക്സിമം? 1600 ഡിഗ്രി സെൽഷ്യസ് വരെ ബെസ്റ്റ് പോസിബിളായിട്ട്, അതായത് ഏറ്റവും കൂടിയ ടെമ്പറേച്ചർ അതാണ്. അതൊക്കെ എന്ത് ചെയ്യും? അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യും. 1600 ഡിഗ്രി സെൽഷ്യസ് വരെ റെസിസ്റ്റ് ചെയ്യും. പിന്നെ എത്രയാണ് പറയുന്നത്? 1000 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഒരുവിധം കുഴപ്പമില്ലാത്ത നല്ല പെർഫോമൻസ് ആണ് ഈ സിമെൻറ്റിന് ഉള്ളത്. ഓക്കെ, 1000 തൊട്ട് 1600 കുഴപ്പമില്ലാത്ത നല്ല എക്സലൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഫയറിനെ റെസിസ്റ്റ് ചെയ്യും. 1600 വരെ മാക്സിമം, അതായത് 1600 ആണ് മാക്സിമം, അതായത് ടോപ്പ് റേഞ്ച്. പക്ഷേ ഒരു 1000 വെച്ച് തന്നെ അതിൻ്റെ ഒരു മാക്സിമം പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അതായത് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണ് എന്ത് 1000 തൊട്ട് 1600 വരെയൊക്കെ. ഓക്കെ, 1000 തൊട്ട് തന്നെ നല്ല പെർഫോമൻസ് ആണ് സിമെൻറ്റ്. ക്ലിയർ ആണോ? ഇതാണ് ഫയർ റെസിസ്റ്റിങ്ങിൽ വരുന്നത് കേട്ടോ, അലുമിനയുടെ കണ്ടൻറ്റ് കൂടുതൽ. അടുത്തെന്താണ് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്. പെട്ടെന്ന് ഹാർഡൻ ആവാം. റാപ്പിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പെട്ടെന്നല്ലേ, സഡനായിട്ട്. റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് ഒരു എന്താണ് RHC, റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്. ഇതാണ് RHC, റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്. OPC ഒക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഷോർട്ടായിട്ട് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് എന്ന് പറയുന്നത്. റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്, അതായത് RHC ഈസ് എ ടൈപ്പ് ഓഫ് സിമെൻറ്റ് ദാറ്റ് ഗെയിൻ സ്ട്രെങ്ത് ക്വിക്കലി. എന്താണ് ഈ ഗ്രെയിൻസ്? എന്താണ് ഗെയിൻ ചെയ്യുക അല്ലേ, നേടിയെടുക്കാം. എന്താണ് സ്ട്രെങ്ത്ത് പെട്ടെന്ന് അറ്റൈൻ ചെയ്യുക.
എന്താ ചെയ്യുന്ന റാപ്പിഡ് ഹാർഡനിങ്? സ്ട്രെങ്ത്ത് പെട്ടെന്ന് അറ്റൈൻ ചെയ്യുക, അതായത് സ്ട്രെങ്ത്ത് പെട്ടെന്ന് കൈവരിക്കുക. അതിനാണല്ലോ നമ്മൾ റാപ്പിഡ് ഹാർഡനിങ് പറഞ്ഞത്, പെട്ടെന്ന് ഹാർഡൻ ആവുക. എന്താണ് പറഞ്ഞത്? കോൺക്രീറ്റ് അല്ലെങ്കിൽ ഈ സിമെൻറ്റ് പെട്ടെന്ന് ഹാർഡൻ ആവുക, അതായത് എന്താണ്? ഗെയിൻ സ്ട്രെങ്ത് ക്വിക്കലി, പെട്ടെന്ന് സ്ട്രെങ്ത്തിനെ അറ്റൈൻ ചെയ്യുക. സാധാരണ നമ്മൾ പറഞ്ഞ എത്രയാണ്? 28 days ആണല്ലേ കോൺക്രീറ്റിന് മാക്സിമം സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാനുള്ള ടൈം. റാപ്പിഡ് ഹാർഡനിങ് എന്താണ്? പെട്ടെന്ന് തന്നെ ഹാർഡൻ ആവുക. ഓക്കെ, എന്താണ്? ഇറ്റ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് ദാറ്റ് റിക്വയർഡ് ഫാസ്റ്റ് സെറ്റിംഗ് കോൺക്രീറ്റ് സച്ച് ആസ് റോഡ് റിപ്പയേഴ്സ് ആൻഡ് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് പ്രൊഡക്ട്സ്. എന്താണ്? റോഡ് റിപ്പയേഴ്സിലൊക്കെ എന്താ പ്രത്യേകത? കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത് റിപ്പയറിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. റോഡൊക്കെ നമ്മൾ എപ്പോഴും വാഹനങ്ങളൊക്കെ പോകുന്നതാണ് അല്ലേ, നമുക്ക് കൂടുതൽ സമയം ഇത് ഹാർഡൻ ആവുന്നത് വരെ അങ്ങനെ ഇടാൻ പറ്റുമോ? നമ്മുടെ ഇപ്പോഴത്തെ തൃശ്ശൂരിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുക അല്ലേ, കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? റോഡ് പണി കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഓരോ പോർഷൻസ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം 28 ദിവസമൊന്നും അത് ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യുന്നില്ല അല്ലേ. പെട്ടെന്ന് പണി തീർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് 28 ദിവസം വെക്കുകയാണെങ്കിൽ എത്ര സമയം എടുക്കും? ഇതിനും കൂടുതൽ സമയമാവും അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റോഡ് റിപ്പയേഴ്സിലും കാര്യങ്ങളിലും എന്താണ് യൂസ് ചെയ്യുന്നത്? റാപ്പിഡ് ഹാർഡനിങ്, അതായത് പെട്ടെന്ന് തന്നെ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാനായിട്ടുള്ള സിമെൻ്റ് ആയിട്ടുള്ള റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റാണ് യൂസ് ചെയ്യുക. ഓക്കെ, റാപ്പിഡ് ഹാർഡനിങ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? പെട്ടെന്ന് സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീർത്ത് ആ കോൺക്രീറ്റ് സ്ട്രെങ്തൻ ആയതിനു ശേഷം ചെയ്യാനുള്ള ബാക്കിയുള്ള പ്രൊജക്റ്റുകളും കാര്യങ്ങളും ഉണ്ടാവില്ലേ, ബാക്കിയുള്ള സ്റ്റെപ്പും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തീർക്കാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റാണ് യൂസ് ചെയ്യുക. നോക്കുക, ഇറ്റ് എനാബിൾസ് ഫാസ്റ്റർ പ്രൊജക്റ്റ് കംപ്ലീഷൻ വിത്തൗട്ട് കോംപ്രമൈസിങ് സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി. എന്താണ്? പെട്ടെന്ന് തന്നെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. പിന്നെ എന്തും കൂടി പറയുന്നുണ്ട്? വിത്തൗട്ട് കോംപ്രമൈസിങ് സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി. ഇതിൽ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസും വരുത്തുന്നില്ല. ഓക്കെ, അതായത് നമുക്ക് തോന്നും പെട്ടെന്ന് ഹാർഡൻ ആവുന്നതുകൊണ്ട് എന്താണ് അതിൻ്റെ സ്ട്രെങ്ത്ത് കുറയും, അല്ല അതിൻ്റെ ഡ്യൂറബിലിറ്റി ഒക്കെ കുറയുമെന്ന് വിചാരിക്കും. പക്ഷേ ഡ്യൂറബിലിറ്റിയിലൊന്നും ഒരു മാറ്റം സംഭവിക്കാതെയാണ് ഈ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഡ്യൂറബിലിറ്റിയിലൊന്നും ഒരു ചേഞ്ചും വരുന്നില്ല. സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിലും ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിലും ഒരു കോംപ്രമൈസും വരുത്താതെ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യും? റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് യൂസ് ചെയ്യും. RHC യൂസ് ചെയ്യും. റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് പല ബ്രാൻഡ്, അതായത് പലതരം കമ്പനികൾ ബ്രാൻഡിൽ വരും. ഇപ്പോൾ നമ്മൾ നോർമലി സിമെൻറ്റ് യൂസ് ചെയ്യാനുള്ള അതിനും പല ബ്രാൻഡുകളില്ലേ, അതുപോലെ തന്നെ ഇതിനും ബ്രാൻഡുകളുണ്ട്. ഞാൻ ആർക്കോ ഒരു ഫോട്ടോ അയച്ചായിരുന്നു ഇന്നലെ, പൊസലാനോ സിമെൻറ്റിൻ്റെ ആയിരുന്നു തോന്നുന്നു. ആരോ എൻ്റെ അടുത്ത് ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു. ആർക്കോ അയച്ചു, ഫൈസലിനാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് കോംപ്രമൈസ്, അതായത് സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിലും ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിലും ഒരു കോംപ്രമൈസും വരുത്താതെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് യൂസ് ചെയ്യും. പിന്നെ എന്താണ്? ഷട്ടറിങ് ക്യാൻ ബി റിമൂവ്ഡ് മച്ച് ഏർലിയർ സേവിങ് ദി ടൈം ആൻഡ് എക്സ്പെൻസസ്. എന്താ ഷട്ടറിങ്? നമ്മളിപ്പോൾ പറയുന്ന ഫോം വർക്ക്, തട്ടടിക്കുക അല്ലേ, അതിനൊക്കെ എന്താ, അത് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എത്ര സമയത്തിലാണ് റിമൂവ് ചെയ്യുക? മെയിൻ റൂഫൊക്കെ ആണെങ്കിൽ എത്ര ദിവസം എടുത്തിട്ട് റിമൂവ് ചെയ്യുക? എത്രയാ? 12 മുതലൊക്കെ എടുക്കുന്നവരുണ്ട് അല്ലേ? അപ്പൊ നമ്മള് ഇതെന്താണ് പ്രത്യേകത? ഷട്ടറിങ് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? പെട്ടെന്ന് തന്നെ അതിന് സ്ട്രെങ്ത് കിട്ടൂല്ലേ. അപ്പം നമുക്ക് ഈ ഷട്ടറിങ് അതിന് സപ്പോർട്ടായിട്ട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ?
നമുക്കത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാം. കൂടുതൽ കാലം വെക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ സമയവും നമുക്ക് ലാഭിക്കാം. അതുപോലെ തന്നെ ആ ഷട്ടറിങ്ങിന് യൂസ് ചെയ്യുന്ന എക്സ്പെൻസ് നമുക്ക് ലാഭിക്കാം അല്ലേ. അതായത് നമ്മൾ ചിലപ്പോൾ റെൻറ്റിനൊക്കെ എടുത്തിട്ടായിരിക്കും ഷട്ടറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ അത്രയും നമുക്ക് എക്സ്പെൻസ് കുറവല്ലേ കൊടുക്കണ്ടോ. അതായത് റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ട്രെങ്ത്ത് കിട്ടും, സ്ട്രെങ്ത്ത് അറ്റൈൻ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഷട്ടറിങ് ഒന്നും അധിക കാലം വെക്കേണ്ടതില്ല. അതായത് ഫോം വർക്ക് എന്ന് പറയും, എന്താണ് തട്ടൊക്കെ അടിച്ചു കൊടുക്കുക അല്ലേ, കോൺക്രീറ്റിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താനായിട്ട്. കോൺക്രീറ്റ് ഹാർഡൻ ആവുന്നവരെ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്ത് അറ്റൈൻ ചെയ്യുന്ന സമയം വരെ നമ്മളതിന് കോൺക്രീറ്റിൻ്റെ സപ്പോർട്ടിന് വേണ്ടി കൊടുക്കുന്നതാണ് എന്ത്, ഈ ഷട്ടറിങ്. അപ്പോൾ ഈ ഷട്ടറിങ് ഒക്കെ പെട്ടെന്ന് അഴിച്ചു മാറ്റാൻ പറ്റിയാൽ നമുക്കതെന്താണ് സമയവും ലാഭിക്കാം. അതുപോലെ തന്നെ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന എക്സ്പെൻസ് നമുക്ക് ലാഭിക്കാം. എക്സ്പെൻസും കുറച്ച് കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ. ഏർലിയർ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ടൈം സേവ് ചെയ്യാം, എക്സ്പെൻസും കുറവ് മതി. പിന്നെന്താണ് വരുന്നത്, RHT കോസ്റ്റ് നിയർലി 10 to 15% മോർ ദാൻ OPC. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, എന്താ, നോർമൽ പോർട്ട്ലാൻഡ് സിമെൻറ്റിനെക്കാട്ടും 10 തൊട്ട് 15% വരെ കോസ്റ്റ് എന്താണ്, കൂടുതലാണ്. മനസ്സിലായോ എന്താണ്? അതായത് നോർമൽ OPC അത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിനെക്കാട്ടും റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിന് 10 തൊട്ട് 15% വരെ കൂടുതലാണ്. കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടി വരും സിമെൻറ്റ് വാങ്ങാനായിട്ട്. ഓക്കെ, സിമെൻറ്റിന് കോസ്റ്റ് കൂടുതലാണ്. പിന്നെന്താ വരുന്നത്, ഹൈ എമൗണ്ട് ഓഫ് ട്രൈകാൽസ്യം സൾഫേറ്റ് കോസസ് മോർ ഷ്രിങ്കേജ് ക്രാക്കിംഗ് ടു ഫോം. എന്താണ് ഇതിൽ ട്രൈ കാൽസ്യം ആണ് കേട്ടോ, Ca3S ആണ്. ട്രൈ കാൽസ്യം എന്താണ്, ട്രൈ കാൽസ്യം സൾഫേറ്റ് കൂടിക്കഴിഞ്ഞാൽ, ഒന്ന് മ്യൂട്ടാക്കൂ. ട്രൈ കാൽസ്യം സൾഫേറ്റ് കൂടുമ്പോൾ എന്ത് പറ്റും, ഈ ഹാർഡൻ ആവുന്ന സമയത്ത് ക്രാക്സ് വരും. എന്ത് കൂടുതലായാൽ മാത്രം, ട്രൈ കാൽസ്യം സൾഫേറ്റ്. ഓക്കെ, അത് കൂടുതലുണ്ടെങ്കിൽ മാത്രം കേട്ടോ. കാൽസ്യം സൾഫേറ്റ് കൂടുതലുണ്ടെങ്കിൽ എന്ത് പറ്റും, ഹാർഡൻ ആവുന്ന സമയത്ത് ക്രാക്സ് ഫോം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. കൂടുതലുണ്ടെങ്കിൽ മാത്രം കേട്ടോ, അതായത് എക്സസ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, ക്ലിയർ അല്ലേ. ഏതൊക്കെയാണ് പഠിച്ചേ, ക്യുക്ക് സെറ്റിംഗ് പഠിച്ചു. ക്യുക്ക് സെറ്റിംഗ് വന്നാൽ അപ്പോൾ പിന്നെ സ്ലോ സെറ്റിംഗ് ഉണ്ടായിരിക്കും, ഓർമ്മ വയ്ക്കുക. റാപ്പിഡ് ഹാർഡനിങ്, ഫയർ റെസിസ്റ്റിങ്. ഓക്കെ, പിന്നെ നോർമൽ OPC ഒക്കെ വരുന്നുണ്ട്. അടുത്ത എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് സിമെൻറ്റ്. ഈ പ്രോപ്പർട്ടീസ് ഓഫ് സിമെൻറ്റ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ലൈം പഠിച്ചില്ലേ, അതേ സിമിലർ തന്നെയാണ് കേട്ടോ. രണ്ടും നമ്മൾ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. എന്താണ് ഫസ്റ്റത്തെ പോയിന്റ് വരുന്നത്, ഇറ്റ് പ്രൊവൈഡ് സ്ട്രെങ്ത് ടു മെയ്സൺറി. മെയ്സൺറി വർക്ക് ചെയ്യുമ്പോൾ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് സിമെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും, അതിന് സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. മെയ്സൺറിക്ക് സ്ട്രെങ്ത് കൊടുക്കുന്നത് എന്താ, ബ്രിക്ക് മാത്രമാണോ, അല്ല, നമ്മളതിന് യൂസ് ചെയ്യുന്ന മോട്ടാറാണ് ആ ബ്രിക്സിനെ ബൈൻഡ് ചെയ്ത്, അതായത് ജോയിൻ്റ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് എന്ത്, മോട്ടാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രിക്ക് മെയ്സൺറിക്ക്, അതായത് മെയ്സൺറി വർക്ക്സിന് സ്ട്രെങ്ത്ത് കൊടുക്കുന്നത് ആരാണ്, സിമെൻ്റാണ്. സിമെൻറ്റ് മോട്ടാറാണെങ്കിൽ സിമെൻ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെന്താണ്, സ്റ്റിഫൻസ് ഓർ ഹാർഡൻസ് ഏർലി. പെട്ടെന്ന് തന്നെ എന്താവുന്നുണ്ട്, സ്ട്രെങ്ത്ത് കിട്ടുന്നുണ്ട്, ഹാർഡൻ ആവുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്, പൊസസ് ഗുഡ് പ്ലാസ്റ്റിസിറ്റി. എന്താ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ, പ്ലാസ്റ്റിസിറ്റി പറഞ്ഞെന്ത് ഓർമ്മയുണ്ടോ, നമ്മൾ എന്താണ്, ഒരു ഡീഫോർമേഷൻ സംഭവിക്കുക, അതായത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് അതിൻ്റെ നോർമൽ ഷേപ്പിലേക്ക് പോവില്ല.
സിമെൻ്റൊക്കെ അതായത് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്ത് അതേ ഷേപ്പിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, അതായത് പ്ലാസ്റ്റിസിറ്റി ഉള്ള മെറ്റീരിയലാണ്, അതിനൊരു പ്ലാസ്റ്റിക് ക്യാരക്ടറാണ് ഉള്ളത്. ഏതിന്? സിമെൻറ്റിന്. ഓക്കെ. പിന്നെന്താണ്? ആൻ എക്സലൻറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ. ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ, അതായത് നല്ലൊരു ബിൽഡിംഗ് മെറ്റീരിയലാണ് എന്ത്? സിമെൻറ്റ് അല്ലേ? പിന്നെന്താണ്? ഈസിലി വർക്കബിൾ, പെട്ടെന്ന് വർക്ക് ചെയ്യാൻ വർക്കബിളാണ്. പിന്നെന്താണ്? ഗുഡ് മോയ്സ്ചർ റെസിസ്റ്റൻ്റ്. എന്താണ്? മോയ്സ്ചറിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് കേട്ടോ. ഓക്കെ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ സിമെൻറ്റിൻ്റെ ടോപ്പിക്കിൽ വരുന്നത്. അപ്പം ഇതോടുകൂടി സിമെൻറ്റിൻ്റെ ടോപ്പിക്ക് എന്താണ് കേട്ടോ. ഇതെന്താണ്? ക്ലിങ്കറാണ്. ക്ലിങ്കർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ? ക്ലിങ്കർ. ഇതെന്താണ്? ഫ്ലൈ ആഷ്. ഇതെന്താണ്? വോൾക്കാനിക് ആഷ്. ഓക്കെ. ഇത്രയൊക്കെയാണ് നമ്മുടെ സിമെൻറ്റിൻ്റെ ടോപ്പിക്കിൽ വരുന്നത്. സിമെൻറ്റിൻ്റെ ടോപ്പിക്ക് കഴിയാണ് കേട്ടോ. ഓക്കെ അല്ലേ ഇന്നത്തെ ടോപ്പിക്സ്? ഈ പ്രീകാസ്റ്റ് ഇതില്ലേ എന്തിലാ? ഇതാണോ പ്രീകാസ്റ്റ്? എന്താണ് പ്രീകാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? മുൻകൂട്ടി നമ്മൾ നിർമ്മിച്ച് വെക്കുന്ന കോൺക്രീറ്റിൻ്റെ പ്രൊഡക്ട്സ് ഏതൊക്കെയായിരിക്കും? പ്രീകാസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുക. പ്രീകാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കി വെക്കുന്നത്. മനസ്സിലായോ? അതായത് അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി വെക്കുന്നത്, നമ്മൾ സൈറ്റിൽ ഉണ്ടാക്കുന്നതല്ല. അതായത് റിങ്ങുകള്, അതായത് ഈ റിങ്ങില്ലേ, നമ്മൾ ഇതുപോലെ ഈ സെപ്റ്റി ടാങ്കിനൊക്കെ യൂസ് ചെയ്യുന്ന റിങ്ങുകൾ, വേസ്റ്റ് ടമ്പിനൊക്കെ യൂസ് ചെയ്യുന്ന റിങ്ങുകൾ, അതുപോലെ ഇന്റർലോക്സിന്റെ ബ്ലോക്കുകൾ അല്ലേ? ഇന്റർലോക്കിൻ്റെ ഒക്കെ നമ്മൾ എക്സ്റ്റീരിയറിൽ ടൈൽ ചെയ്യുന്നത്, മുറ്റത്തൊക്കെ ടൈൽ ചെയ്യുന്നതില്ലേ ബ്ലോക്സുകൾ, അതൊക്കെയാണ്. അതായത് പ്രീ കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കലാണ്. പ്രീ കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾ. ഓക്കെ. ഉണ്ടാക്കുന്നത് കോൺക്രീറ്റ് പിന്നീട് നനവ് വേണ്ടാത്ത വെറ്റ് ആൻഡ് ഡ്രൈ, പിന്നീട് നനയ്ക്കണ്ടാത്ത കോൺക്രീറ്റില്ലേ, അതിന്റെ ഇതെങ്ങനെയാണ്? മുൻകൂട്ടി, അതായത് അതിനുശേഷം അത് നമ്മൾ കോൺക്രീറ്റിങ്ങിലാണ് പഠിക്കുക കേട്ടോ. കോൺക്രീറ്റിങ്ങിലാണ് പഠിക്കുക. വിദേശ രാജ്യങ്ങളും കോൺക്രീറ്റിങ്ങിൽ അത് കോൺക്രീറ്റ് ആയിട്ടുള്ളത്. ഇതിൽ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഇതിൽ റാപ്പിഡ് ഹാർഡനിങ്ങിൽ തന്നെ എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് പ്രീകാസ്റ്റ് ഉണ്ട്. അതുപോലെ കാസ്റ്റ് ഇൻ സിറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ സൈറ്റിൽ ഉണ്ടാക്കുന്നതും അതുപോലെ പ്രീകാസ്റ്റ് ആയിട്ട് മുൻകൂട്ടി ഉണ്ടാക്കി വെക്കുന്നതും പഠിക്കാനുണ്ട് നമുക്ക്. കാസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കലാണ് നമ്മൾ അല്ലേ? ഉണ്ടാക്കുന്നതിനാണ് കാസ്റ്റിംഗ് ചെയ്യാന്ന് പറയുക. പ്രീ കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മുൻകൂട്ടി ഉണ്ടാക്കി വെക്കുന്നത്. നമുക്ക് ചിലപ്പോൾ സൈറ്റിൽ അതിൻ്റെ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ സ്ഥലം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സമയം ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ എന്താ ചെയ്യുക? മുൻകൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മൾ വാങ്ങും അല്ലേ? ചിലപ്പോൾ ഈ സാധനങ്ങൾ ഇതൊക്കെ പറയുന്ന റിങ്ങൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് സ്ഥലമൊക്കെ വേണം അല്ലേ? ഈ കോൺക്രീറ്റ് മിക്സ് ചെയ്യാനും അതുപോലെ അതിൻ്റെ മോൾഡ് വെച്ച് അത് ഉണ്ടാക്കി കാസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ കുറച്ച് സ്പേസ് ആവശ്യം വരും. അതുപോലെ തന്നെ ടൈമും ആവശ്യം വരും നമുക്ക്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? മുൻകൂട്ടി ഉണ്ടാക്കി വെക്കുന്നത്, അതാണ് യൂസ് ചെയ്യുന്നത്. അതെ, നമ്മൾ സമയം ലാഭിക്കാനായിട്ട് കൂടുതൽ സമയം എടുക്കുമല്ലോ.
അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ സിമെൻറ്റിൻ്റെ ടോപ്പിക്സ്. അപ്പോൾ നോട്ട്സ് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് വരുന്നത് 8-ാം തീയതിയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും വരിക അല്ലേ? 8-ാം തീയതിയിലത്തെ ഓഫ്ലൈൻ ക്ലാസ് അറിയുന്നതല്ലേ? എന്താ മാക്സിമം വരാൻ പറ്റുന്നവരും എല്ലാവരും വരിക. ഓക്കെ, താങ്ക് യു. ഓക്കെ.